ഗൈസ് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണിത്. ഹോണ്ട സിറ്റി ഈ ടൈപ്പ് ഹോണ്ട സിറ്റി ഈ മോഡൽ ടൈപ്പ് AC ഒക്കെ വരുന്ന പുതിയ മോഡൽ ഡീസൽ മോഡൽ ഇറങ്ങിയ ആ ഇതിൽ വരുന്നത് 2014 ശേഷം വരുന്ന ആ മോഡലുകൾക്ക് ഇതുപോലെ AC ഇതുപോലെ ടച്ച് ഡിസ്പ്ലേ വരുന്നത്. ടച്ച് ഡിസ്പ്ലേ വരുന്ന AC-യിലുള്ള ഒരു ഫീച്ചറാണ്. അപ്പോൾ ഞാൻ സംഗതി മനസ്സിലാക്കി തരാം. അപ്പോൾ ഈ ടച്ച് ഡിസ്പ്ലേ കാരണം ഇതിൽ ഏതെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. മറ്റേ ബട്ടൺ ടൈപ്പാണ്, മാനുവൽ ആണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ഈ ഡിസ്പ്ലേയിൽ വരുന്നത് ഭാഗം ഈ ടച്ചുള്ള ഡിസ്പ്ലേ ഇതിൽ AC-യിൽ നമ്മൾ ഏതെങ്കിലും ബട്ടൺ ഏതെങ്കിലും ഓപ്ഷൻ വർക്ക് ചെയ്യുന്നില്ല, വർക്ക് ചെയ്യുന്നത് കറക്റ്റാണോ വർക്കിംഗ് ആണോ എന്നുള്ള ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ പറയുന്നത്. അത് നമ്മൾ ഇഗ്നീഷൻ കീ ഓൺ ചെയ്യുക. ഇഗ്നീഷൻ കീ ഓൺ ചെയ്തതിന് ശേഷം ഈ ഓൺ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഈ റിയർ ഡീഫോഗർ ബട്ടൺ ഉണ്ടല്ലോ, ഈ റിയർ ഡീഫോഗർ ബട്ടൺ 5 പ്രാവശ്യം പ്രസ് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ആദ്യം ഓൾറെഡി AC ഓഫ് ചെയ്ത് വെക്കുക. ശേഷം ഇത് പ്രസ് ചെയ്ത് പിടിക്കുക. പ്രസ് ചെയ്ത് വെക്കുക ടച്ചാണ്, അപ്പോൾ അവിടെ വിരൽ ടച്ച് ചെയ്ത് പിടിച്ചാൽ മതി. ശേഷം ഈ റിയർ AC എന്നുള്ള റിയർ ഡീഫോഗർ ബട്ടൺ ഉണ്ടല്ലോ, ഈ റിയർ ഡീഫോഗർ ബട്ടൺ 5 പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിലെല്ലാം വർക്ക് ചെയ്യും. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം. ജസ്റ്റ് ടച്ച് ചെയ്ത് പിടിച്ചതിന് ശേഷം 1 2 3 4 5 കണ്ടാ. അപ്പോൾ ഇതുപോലെ വർക്കാവും. AC-യിലുള്ള എല്ലാ ഭാഗങ്ങളും ഇതുപോലെ AC-യിൽ എല്ലാ മോഡും വർക്ക് ചെയ്യും. ഇപ്പോൾ ഫാനിൻ്റെ സൗണ്ടാണ് കേട്ടോ, ഫാൻ ഫുൾ സ്പീഡ് വർക്ക് ചെയ്യണതും അതൊക്കെ കാണുന്നത്. അതും എല്ലാം അതുപോലെ ഗ്ലാസ്സിൽ വരുന്ന ആ ടൈപ്പ് ഉണ്ടല്ലോ, നമ്മൾ ഫോഗ് കളയാൻ വേണ്ടിയിട്ട് ഇടുന്ന ആ ടൈപ്പൊക്കെയാണ്. അതിപ്പോൾ വർക്ക് ചെയ്ത് മൊത്തത്തിലെല്ലാം വർക്ക് ചെയ്ത് കഴിഞ്ഞു. ശേഷം എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഇതിൽ കംപ്ലയിൻറ്റ് കാണിക്കും. ഇപ്പോൾ ഇതിൽ കംപ്ലയിൻ്റ് ഒന്നുമില്ല, അതാണ് നോ എന്നുള്ളൊരു ഓപ്ഷൻ ആയിട്ട് കാണിക്കുന്നത്. കണ്ടാ, നോ എന്നാണ് കാണിക്കുന്നത്. വീഡിയോയിൽ എത്ര ക്ലിയർ ആണ്ടോന്ന് അറിയില്ല. ഉണ്ടാവും, ഇത് നോ എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കണ്ട. ഞാൻ ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് വീഡിയോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ, ഓരോ വണ്ടിയുടെ ഫീച്ചറും ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.